ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി, ഒരു 2 ആഴ്ച നമ്മൾ വീഡിയോ ഇട്ടിട്ട്. വേറെ നല്ല പനിയും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ തട്ടിമുട്ടിക്ക് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ എനിക്ക് പനി, തൊണ്ടവേദന, മേലും കൈ വേദനയൊക്കെ ആയിട്ട് തീരെ വയ്യ. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കുറേ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താണ് വീഡിയോ ചെയ്യാത്തത്, കാണുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. നല്ല തൊണ്ടവേദന കേട്ടോ, കൂടുതൽ സംസാരിക്കുന്നത് നമുക്ക് പറ്റണില്ല. മരുന്നൊക്കെ ഒന്ന് കുടിച്ചൊന്ന് ക്ലിയർ ആയപ്പോഴാണ് കുറച്ചൊരു ആശ്വാസം കിട്ടിയപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത് തന്നെ കേട്ടോ. അപ്പം പിന്നെ ആദ്യമോന് തീരെ വയ്യാണ്ടായിട്ട്, അവന് തീരെ വയ്യാണ്ടായി, പനി ഒക്കെ കൂടി, ജലദോഷമൊക്കെ കൂടി. അവന് ഹോസ്പിറ്റലിൽ കാണിച്ചൊരു വീഡിയോ ഇട്ടിട്ടില്ലേ ഞാൻ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത്. ഒക്കെ കുറഞ്ഞതായിരുന്നു, കുഴപ്പമില്ലാണ്ടൊക്കെ റെഡിയായി വന്നതായിരുന്നു. വീണ്ടും പനി വന്ന്, ജലദോഷമൊക്കെ വന്ന്, അത് കണ്ണിക്ക് ഇൻഫെക്ഷനായി. കണ്ണ് ഇങ്ങനെ ഫുള്ള് രാവിലെ എണീക്കുമ്പോൾ ഫുള്ള് പീള അടഞ്ഞിട്ട് കണ്ണിങ്ങനെ പൂട്ടി തുറക്കാൻ പറ്റണില്ല. അപ്പോൾ അതൊക്കെ ആയിട്ട് കുറച്ച് ദിവസം അവൻ്റെ കൂടെ തന്നെ ഇരുന്നു. ഇപ്പോൾ അവൻ അംഗനവാടിക്ക് വിട്ടിപ്പോൾ 3-4 ദിവസമായി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മരുന്നിറ്റിക്കാനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിറ്റിക്കും. പിന്നെ ജലദോഷത്തിൻ്റെ ആണെന്ന് പറഞ്ഞു, ജലദോഷം മാറാത്തതിൻ്റെ കണ്ണിക്കുള്ള ഇൻഫെക്ഷൻ ആയതാന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ആൾക്കിപ്പം മരുന്നൊക്കെ ഇറ്റിച്ച് ആൾ അംഗനവാടി പോയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് വെയിലത്ത് കളി, പൊടിയിൽ കളി ഒക്കെ ആകുമ്പോൾ കൂടുള്ളൂ. അംഗനവാടിയിലാകുമ്പോൾ അവിടെ ഫുഡും കഴിച്ചോളും, അവിടെ കുറച്ചേരം കിടന്നുറങ്ങിക്കോളും, കളിച്ചോളും, കുട്ടികളെ കൂടെ തന്നെ അങ്ങനെ കളിച്ചോളും. ഇനിയിപ്പം ജൂണൊക്കെ ആവാനായി, അമ്പളൂനെ അംഗനവാടിയിൽ സ്കൂളിലാക്കാനായി. അപ്പം അതിൻ്റെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുക. ഇനിയിപ്പോൾ ഒരു 3-4 മാസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അമ്പട് നേരെ 3-4 മാസം കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ സ്കൂളിലേക്കായി, സ്കൂളിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയായി. അവന് ചേർത്താനൊക്കെ ഉണ്ട് കേട്ടോ. സ്കൂളിൽ ചേർത്തിയിട്ടൊന്നുമില്ല, നല്ലൊരു സ്കൂളിൽ ചേർത്തണം നമുക്ക്. അംഗനവാടിയിൽ നമ്മൾ വിചാരിച്ചൊരു ഇത് കിട്ടിയില്ല. നമുക്കിവിടെ കുറച്ച് അടുത്തായതുകൊണ്ട് നമ്മളങ്ങനെ ആക്കിയതാണ്. എല്ലാ കുട്ടികൾക്കും ഉണ്ടാവില്ല കുറേ കളിക്കണ സംഭവങ്ങൾ, കീയണ സംഭവങ്ങൾ, അങ്ങനെയൊക്കെ എന്നല്ല. അപ്പോൾ അമ്പളൂൻ്റെ അംഗനവാടിയിൽ അങ്ങനെ ആയിട്ടുള്ളതില്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമല്ല, പുതിയ ഒരു അംഗനവാടി പൊളിച്ചിട്ട് പുതിയ നല്ല സെറ്റപ്പ് അംഗനവാടി ആക്കുകയാണ്. അപ്പോൾ തൽക്കാലത്തിന് അവർക്കൊരു റെൻറ്റിനൊരു അംഗനവാടി എടുത്തു കൊടുത്തിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ് അവർ. കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. അപ്പം ഇനിയിപ്പോൾ LKG അവനാക്കുമ്പോഴും നല്ലൊരു അംഗനവാടിയിൽ ചേർത്തണം എന്നാണ്. സെറ്റാവുമായിരിക്കും, നമുക്ക് നോക്കാം. പിന്നെന്താണ്, പിന്നെ എല്ലാവരും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും സുഖമാണ്, ഇവിടെ എല്ലാവർക്കും സുഖമാണ്, എൻ്റെ വീട്ടിലായാലും സുഖമാണ്, അമ്മയും അച്ഛനും അവിടെ ഉണ്ട്. തൊണ്ടവേദന അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെന്താ, അമ്മുവിൻ്റെ വിശേഷം ചോദിക്കുന്നുണ്ട് എല്ലാവരും. അമ്മു സുഖമായിരിക്കുന്നോൾ നമ്മളെ വീഡിയോ ഒക്കെ കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ചോദിക്കുക എന്താ വീഡിയോ ചെയ്യാത്തത്. ഇപ്പോൾ കണ്ടാലും ചോദിക്കും, നമ്മൾ കണ്ടാലായാലും എന്താപ്പോൾ വീഡിയോ ചെയ്യാത്തത്, മെസ്സേജ് ആയാലും എന്തപ്പോൾ വീഡിയോ ചെയ്ത്, വിളിക്കുമ്പോഴായാലും ചോദിക്കുക എന്താ വീഡിയോ ചെയ്യാത്തത്. ഓളാണ് കേട്ടോ നല്ലോണം അങ്ങനെ നമുക്ക് വീഡിയോ ഡെയിലി വീഡിയോ ഇട്, അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരും നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്. കുറേ ഞാൻ ബ്രേക്ക് എടുത്തു, അതാണ് എനിക്ക് കുറച്ച് ബ്രേക്ക് എടുത്തുകൊണ്ട് ഫുള്ള് കള്ളത്തരം ഒക്കെ ആയിപ്പോയി. കള്ളത്തരം മീൻസ് മടിയാണ്, എനിക്ക് നല്ല മടിയായിട്ട് അങ്ങനെ പോയി. പിന്നെ ഓരോ നമ്മളെ സാഹചര്യം അങ്ങനെ ആക്കി. അപ്പോൾ ഇതിൽ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളും കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് എന്തിൽ ആഡ് ചെയ്യുക, എല്ലാവരും അത് പോയിട്ട് കാണുക. പിന്നെന്താണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ നമുക്ക് സെറ്റാക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഡെയിലി വീഡിയോ എടുക്കും. അപ്പോഴേക്കും എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ട് വയ്യാണ്ടായിട്ട് കിടക്കുക. അപ്പോൾ ഇപ്പോൾ വർക്കിന് പോയിട്ടില്ല, എന്നാലും ഇന്നൊന്നും പോയിട്ടില്ല. അപ്പോൾ നാളെങ്കിലും പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണം. പിന്നെന്താണ്, അപ്പോൾ എല്ലാവരും ആ കുട്ടി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാവരും പോയി കാണുക. അപ്പം എന്തെങ്കിലും പുതിയ വീഡിയോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെ സെറ്റപ്പ് നല്ല വീഡിയോ ഇട്ടിരിക്കുകയാണ്, ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഏട്ടൻ്റെ വിശേഷം എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എന്താ വീഡിയോയിലൊന്നും പറയാത്തത്, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏട്ടൻ ഇവിടെ തന്നെ ഉണ്ട് മക്കളെ. ഏട്ടൻ്റെ പണി കാര്യങ്ങളായിട്ട് അങ്ങനെ പോവുകയാണ്, അതാണ് ഏട്ടനെ കിട്ടാത്തത്. എന്തായാലും ഓനെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം. ഏട്ടൻ രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമാവും എത്താൻ. അപ്പോൾ പിന്നെ വന്ന് ക്ഷീണമായിട്ട് കിടന്നുറങ്ങും. അപ്പം വേറെ പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല. ഞാൻ എന്തായാലും ഇനി അടുത്ത വീഡിയോ ഇടുമ്പോൾ ഏട്ടൻ എന്തായാലും ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.
അപ്പോൾ അതാ മക്കളെ, ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് ഷോപ്പിലൊക്കെ വന്നു. ഡ്രസ്സ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ അതാ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ് കേട്ടോ, വീട്ടിലേക്ക് പോവാണ്. അപ്പം അമ്മ എന്തായാലും കുറച്ച് ദിവസമായി ഇങ്ങനെ വിളിക്കുന്നു, അമ്മേനെ കാണാനൊരു പൂതി. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഞാനും അമ്പടും കൂടി വീട്ടിലേക്കൊക്കെ പോയി. വീട്ടിൽ പോയപ്പോഴാണ് അവരൊരു ഉത്സവത്തിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത്. കാരണം അൺഎക്സ്പെക്റ്റഡ് ഒരു സർപ്രൈസൊക്കെ കൊടുത്തതായിരുന്നു. അവർ അപ്പം മാറ്റിയിട്ട് ഉത്സവത്തിന്, ഞങ്ങൾ അവിടെ തന്നെ ഉത്സവത്തിന് പോകാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ പിന്നെ എന്തായാലും വന്നതല്ലേ, ഞാനും അമ്പടും കൂടി അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ഉത്സവത്തിനൊക്കെ പോയിട്ടാ. അപ്പോൾ ഇവിടെ ഈ അമ്പലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നമ്മളൊരു കൊടക്കാട് ഒരു അമ്പലമാണ്, അവിടെ ഒരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. അപ്പോൾ ഈ ഉത്സവം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അമ്പടൂന് വാശി പിടിക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ച് ഞാനും അമ്പടും കൂടി പോവാം, തിരിച്ച് ഏട്ടൻ്റെ വീട്ടിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച് തറയും കാര്യങ്ങളൊക്കെ അതങ്ങനെ ഇവർ വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന്, പിന്നെ അമ്മയും അച്ഛനും അവിടെ നിൽക്കുന്നുണ്ട്. അവർ പിന്നെ കുറച്ച് കണ്ടതിന് ശേഷം വരുന്നുണ്ടാവുള്ളൂ. ഞങ്ങൾ പിന്നെ പോരാന്ന് വിചാരിച്ചു. പിന്നെ അധികം ലേറ്റ് ആക്കണ്ടല്ലോ, അമ്പടും ഉള്ളതല്ലേ. അമ്മയ്ക്ക് പേടിയാണ്, അമ്മ അങ്ങനെ പറയുന്നുണ്ട് പൊയ്ക്കോ പൊയ്ക്കോ, അതിന് ലേറ്റാവും, നേരം വൈകുമ്പോൾ അമ്മയ്ക്ക് പേടിയാണ്. പിന്നെ എത്തിക്കഴിഞ്ഞാൽ ഒരു 200 വട്ടം വിളിക്കും, എത്തിയോ അത് ചോദിച്ച് ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് വിളിക്കും. എത്തിയോ വിളിക്കാൻ വേണ്ടിയിട്ടും പറയും. ഞാൻ ചിലപ്പം മറന്നിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ചീത്തയും കേൾക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം അമ്പടൂന് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കുക. തറേനെ കണ്ടിട്ട് അമ്മ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട് എന്ന് ഓരോന്നിങ്ങനെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ അമ്പലം ആദ്യമായിട്ടാണ് കാണുന്നത്, ആദ്യമായിട്ട് ഉത്സവത്തിന് വെച്ചപ്പോൾ അമ്മയും അച്ഛനൊക്കെ ആദ്യമായിട്ട് തന്നെ ആയിരിക്കും. അങ്ങനെ ഉത്സവം ഉണ്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ അവർ പോവുകയാണ്. എന്തായാലും അവർ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നേരത്ത് അമ്മ അമ്പടൂന് വണ്ടിക്ക് വാങ്ങിക്കൊടുക്കും. മക്കളെ ചെറിയതൊന്നും ചെക്കൻ്റെ കണ്ണിൽ പെടില്ല, വലിയ സാധനങ്ങളേ പെടുള്ളൂ. ഇപ്പോൾ ഈ ഇഷ്ടപ്പെട്ടതിന് എത്രയുണ്ട് അങ്ങോട്ട്, പിന്നെ അതിൽ വേറെ എടുത്തരാ കളർ ചേഞ്ച് എടുത്ത്, ഈ വെള്ളമൊക്കെ ഉള്ളതാണ് ഒക്കെ ഉള്ളത്. അപ്പം എന്നാൽ കളർ ചേഞ്ച് എടുത്തോന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പച്ച വണ്ടി എടുത്ത്. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വർക്കിന് പോയി വരുമ്പോൾ ഏട്ടനെ കൂട്ടാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പൊക്കെ ആയിട്ട് ബസ്സൊക്കെ കുറവാണ്, ഏട്ടനെ കൂട്ടാൻ വന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇവിടെ അതങ്ങനെ നെയ്ച്ചോറ് ഇപ്പോൾ കുറേ ആയിട്ട് ഞങ്ങൾ തിന്നലില്ല, ഞങ്ങളത് പൊരിച്ച ചിക്കനാണ് തിന്നൽ. ഇതിപ്പം അടിച്ച് പരത്തി എന്ന് പറഞ്ഞിട്ടുള്ള ചിക്കനാണ്. ഇതും കഴിക്കലുണ്ട് ഞങ്ങളിപ്പോൾ കുറേ കാലമായിട്ട്. ഞങ്ങളിപ്പോൾ കപ്പിൾസായിട്ട് പുറത്ത് പോലൊക്കെ കുറവാണ്. അപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വലിയൊരാളായിപ്പോയി. അപ്പോൾ അതാ വർക്കിന് പോയേണ്ടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വന്നതിൻ്റെയാണ് ക്ഷീണത്തിൽ വിശന്നിട്ട്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ ഒന്ന് കയറാമെന്ന് അങ്ങനെ കയറിയതാണ് കേട്ടോ. ഏട്ടന് പിന്നെ പറയാൻ കത്ത് കയറട്ടെ തന്നെ വേഗം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരും നമുക്ക്. ഫുഡ് കാര്യങ്ങൾ പറഞ്ഞാൽ എപ്പോഴും പുറത്തുനിന്ന് കഴിക്കലല്ല, ഇടയ്ക്കെങ്കിലും പുറത്തുനിന്നൊക്കെ കഴിക്കാനും ഒക്കെ ഏട്ടൻ സപ്പോർട്ടാണ് കേട്ടോ. ഇങ്ങനെ അങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല, നമ്മളെ കൂടെ തന്നെ നിന്നോളും. അങ്ങനെ എന്താണ് ഇങ്ങനെ കച്ചറ വേണ്ട അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ടെന്നൊന്നും പറയലൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് ഏട്ടന് ക്ലോസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഏട്ടൻ അവിടെ ക്ലോസിങ്ങിലാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഓരോ വീഡിയോ എടുക്കുക. പിന്നെ എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മേനായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഫോണിൽ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഏട്ടന് പിന്നെ ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ. വീട്ടിൽ പോയിട്ട് അമ്പടും ഉണ്ട്. അപ്പോൾ അമ്പടു ഞങ്ങളെ കാത്തു നിൽക്കും. ഇന്ന് നേരത്തെ ഇറങ്ങിയപ്പോൾ പിന്നെ ഏട്ടനെ വിളിച്ചതാണ്. 7 മണിക്ക് ആകുമ്പോൾ ഇറങ്ങി. ഏട്ടനെ വിളിച്ച് ഞങ്ങളിന് കുറച്ചൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റപ്പായി പുറത്തൊക്കെ ഒന്ന് പോവാം, ഒന്ന് ചില്ലാവാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതാ മക്കളെ, പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അതിന് ഫുള്ള് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയി. അപ്പം പിന്നെയാണ് നമ്മൾ ഓർത്തത് അന്ന് കോട്ടയിൽ ഉത്സവമാണെന്നുള്ളത് മറന്ന് തന്നെ പോയി കേട്ടോ. അപ്പോൾ പിന്നെ വേഗം കുളിച്ച് മാറ്റി, എല്ലാവരും ഉണ്ടായിരുന്നു, കുളിച്ച് മാറ്റി വേഗം മാറ്റി സെറ്റപ്പായി റെഡി ആയതിന് ശേഷം അമ്പടൂനെ മാറ്റി കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ കുറച്ച് ലേറ്റായിട്ടാണ് പോയത് കേട്ടോ. ലേറ്റായിട്ടാണ് അവിടെ കാണാനൊക്കെ അടിപൊളി ഉണ്ടാവുക. അമ്പടൂന് പിന്നെ ഈ കളിക്കുന്ന സംഭവത്തിലൊന്നും കയറാൻ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഏട്ടൻ പിന്നെ ഈ ബോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സമ്മാനം ഓരോ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് അമ്പടു 5 ബോൾ എറിഞ്ഞിട്ട് കിട്ടിയ സാധനം കേട്ടോ. നമ്മൾ ഉള്ളി സാധനങ്ങളൊക്കെ പൊളിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു മുറം, അതാണ് നിങ്ങളവിടെ എന്താ പറയുക എനിക്കറിയില്ല, നമ്മളിവിടെ മുറം എന്നാ പറയാം. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നമ്മളെ മറ്റേതാ കോളിഫ്ലവർ പൊരിച്ചത് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. പിന്നെ ഫുള്ള് തീറ്റിരുന്നിരുന്നു അന്ന്. കോളിഫ്ലവർ, സോയാബീൻ പൊരിച്ചത്, അങ്ങനെ ഒരു വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ് കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ അച്ഛനും മോനുതാ. ഈ ഒരു മുറ ഉണ്ടായിരുന്നു നല്ല സുഖമാട്ടോ. ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടിങ്ങനെ നല്ല സുഖമായിട്ട് നിലത്ത് പോവില്ല, അടിപൊളിയായിരുന്നു. അവിടെ ഫുൾ ആൾക്കാരെ മക്കളെ
എല്ലാവരും വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. നമ്മൾ ഈ ഉത്സവത്തിന് അത്രയും ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ അത് എല്ലാവരും ഉണ്ടാവും ഇവിടെ. പിന്നെന്താണ്, പുറത്തുള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ ഇവിടെ ഉള്ള അറിയാത്ത ആൾക്കാരാവുമല്ലോ. എന്നാലും മക്കളെ ഒരു വട്ടെങ്കിലും ഇവിടെ വരണം, അടിപൊളിയാണ്. നമുക്കിവിടെ വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പൊലച്ചയ്ക്കാണ് കേട്ടോ. അപ്പോൾ പൊലച്ചയ്ക്കാണ് വെടിക്കെട്ട്. അപ്പോൾ ഏട്ടൻ ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ വീട്ടിലാക്കിയതിന് ശേഷം ഏട്ടനും സൈക്കിൾട്ടാട്ടനൊക്കെ ഇങ്ങോട്ട് പോരുകയാണ് ചെയ്ത്. ഒരു ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചേരം അവിടെ ഈ ലൈറ്റ് വെച്ചില്ലേ, ഇവിടെയാണ് ഇങ്ങനെ ഈ ലൈറ്റ് വെച്ചത്. അവിടെ സ്റ്റെപ്പ് ഉണ്ട്, താഴെ ഒരു അമ്പലം മേലൊരു അമ്പലമാണ്. ഞങ്ങൾ മേലെ അമ്പലത്തിലേക്കാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളെ പൊട്ടിക്കാനുള്ള പടക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ആൾക്കാർ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അത്യാവശ്യം കുറച്ചൊരു ഗ്രാൻഡായിട്ടുള്ള ഉത്സവമാണ് കേട്ടോ. അവിടെ ആനയും കാര്യങ്ങളെല്ലാവരും ഉണ്ട്. അടിപൊളി, നമുക്ക് അടിപൊളി. ഇവിടെ നമുക്ക് വരാതെ നമുക്ക് ഇരിക്കാൻ വേണ്ടി എല്ലാവരും പറ്റില്ല. അപ്പം ഷാരും സൈക്കിൾട്ടാട്ടനും ചിയമ്മോളൊക്കെ വന്ന് അവർ ഞങ്ങളിങ്ങോട്ട് കയറുമ്പോൾ അവർ തിരിച്ച് പോകുമായിരുന്നു. അവർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് അവിടെ നോക്കി തെണ്ടി നടന്ന് ഇങ്ങനെ ഫുള്ള് തെണ്ടി നടത്താം കേട്ടോ. പിന്നെ അമ്പലത്തിലെത്തി. ഈ അമ്പലം കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഇങ്ങോട്ട് വരലുണ്ട്, നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ വരലുണ്ട്. നമ്മളെ മേക്കോട്ട അമ്പലമാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഇവിടുന്ന് പിന്നെ മേക്കോട്ട അമ്പലത്തേക്കൊന്നും കയറിയിട്ടൊന്നുമില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നതല്ലേ. പിന്നെ അമ്പലത്തേക്കൊന്നും കയറാൻ വന്നിട്ടില്ല. തൊഴാനുള്ളൊരു ലുക്കിലൊന്നല്ല നമ്മൾ വന്നത്. അപ്പം ഇതാ നമ്മൾ നേരെ ആനനെ കാണാൻ വേണ്ടി, അമ്പുടൂന് ആനനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി. അവന് ചെറുപ്പത്തിലൊക്കെ കണ്ടാൽ തോന്നുന്നു, ഇന്ന ആനനെ കണ്ടില്ല തോന്നുന്നുണ്ട്. എന്നാൽ അവൻ്റെ ചോറൂണിന് പോയ സമയത്തൊക്കെ കണ്ടതാണെന്നാണ് എൻ്റെ ഒരു ഇതിൽ. പിന്നെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതാണ് നമ്മളെ എന്താ കുട്ടിക്കൃഷ്ണനോ കുട്ടിശങ്കരനോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ 4-ാം തീയതി അങ്ങനെ എന്തോ ആയിരുന്നു ഉത്സവം ഉണ്ടായിരുന്നു, 4-ഓ 5-ഓ അങ്ങനെ എന്തോ. അപ്പം ഒന്ന് പോയേണ്ടിയാണ് കേട്ടോ. അപ്പം ആന അടിപൊളിയാണ്. ആന സേഫായിട്ട് ആൾ ഫുഡൊക്കെ കഴിച്ച് മറ്റേ എന്താ പട്ടയൊക്കെ തിന്ന് ആളവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ആനേനെ കാണാൻ നമ്മളെല്ലാവരും ഇങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം നമ്മളതാ കൊച്ചുമോളെ പരിപാടി ഇരുന്നു നമ്മളിവിടുത്തെ അമ്പലത്തിൽ. എന്താണ് ഇവിടെ പറയുക, മക്കാട്ട് കിഴക്കിലോ അങ്ങനെ എന്തോ പറഞ്ഞൊരു അമ്പലമാണ് കേട്ടോ. ഇവിടെ ശൂലന്തരക്കൽ മക്കാട്ട് കിഴക്കൽ എന്ന് പറഞ്ഞ അമ്പലമാണ്. ചേച്ചീൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തെന്ന് പറയാൻ പറ്റിയില്ല, കുറച്ച് രണ്ടാളെ നടുവിലായിട്ട് അമ്പലം. നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മളെ ടീം ഇവിടുന്ന് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. അപ്പം കൊച്ചുമോളെ അമ്മുവിൻ്റെ കല്യാണത്തിനൊരു അവളിട്ട ഡ്രസ്സായിരുന്നു. ആ ഡ്രസ്സിട്ട് ജസ്റ്റ് ഒരു സിമ്പിൾ ഡാൻസ് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വലിയ ഗ്രാൻഡാക്കിയിട്ട് നമ്മൾ മേക്കപ്പോ ഒന്നും നമ്മൾ ഗ്രാൻഡാക്കിയിട്ടില്ല. ഞാനും ചേച്ചി ഇതാ നിൽക്കണം. ഞങ്ങൾ ഇപ്പോൾ സമയം വീഡിയോ എടുക്കുന്ന തന്നെ 12:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. 12:30 സമയമായിട്ടുണ്ട്. അപ്പോൾ അതാ അമ്മയ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അവൾ നല്ല ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. സെറ്റപ്പ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ആൾ റെഡിയാണ്, ആൾ ഓക്കെയാണ്, പക്ക ഓക്കെ. പക്ഷെ കുറേ നേരം നിന്നു. നമ്മൾ ഒരു 5-6 ഡാൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡാൻസിന്, അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് ഓഫ് ആൾക്കായിപ്പോയി. പക്ഷെ ആൾ അടിപൊളിയായിട്ട് കളിച്ചു. എല്ലാവരും വീഡിയോ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ക്ലിപ്പ് സ്പീഡാക്കിയിട്ട് കുറച്ച് ഇടാം, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക. പുതിയതായിട്ട് നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്. അപ്പം ഇനി നാളെ നമുക്ക് സെറ്റ് വീഡിയോ ആയിട്ട് എന്തായാലും കാണാം. ഓക്കെ, ബായ്. പാൽക്കാവടി സുമന്ത് ഓടിനെ പാലകൾ നടന്ന് ആടിനെ അവനാളയം ഉണർന്ന് പാടിനെ പട്ടികേലനെ പാൽക്കാവടി സുമന്ത് ഓടിനെ പാലകൾ നടന്ന് ആടിനെ അവനാളയം